ഹലോ ഹായ് കൂട്ടുകാരെ. അപ്പോൾ കുഞ്ഞൊരു വീഡിയോ കാണിക്കാം കേട്ടോ. മോള് രാവിലെ തന്നെ പഠിത്തം തുടങ്ങി. ഇന്ന് പരീക്ഷയുണ്ട്. അവൾ ട്യൂഷന് പോകാൻ തുടങ്ങിയെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ആ ചേട്ടൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ വയ്യാണ്ടായി കേട്ടോ. അത് നിങ്ങളെ കാണിക്കാഞ്ഞതാണ്. അങ്ങനെ ദോശമാവുണ്ട്, പിന്നെ തേങ്ങ, അപ്പം അതുപോലെയുള്ള സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ മീൻ പുരട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. എനിക്ക് വയ്യാണ്ടായി. ഞാൻ പിന്നെ അവിടെ വന്ന് കുറേ നേരം അപ്പം നിങ്ങളെല്ലാം കാണിക്കാമെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് കിടക്കുകയാണ്. ഇത് തലേന്നിട്ട ചുരിദാർന്ന് വെച്ചാൽ ഇപ്പം 2 നേരമേ കുളിക്കാറുള്ളൂ കേട്ടോ. 3 നേരം 4 നേരം ഒന്നും കുളിക്കാറില്ല. രാവിലെ ഒന്ന് പുറം കഴുകും, പിന്നെ വൈകിട്ടൊന്ന് തല കുളിക്കും. അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. വയ്യാണ്ടായി. ഈ കറി തിളച്ച് കഴിഞ്ഞപ്പം പിന്നെ ചേട്ടൻ അയലയായിരുന്നു. അങ്ങനെ അയല മീനൊക്കെ കറി വെച്ച് എല്ലാം ചെയ്യുന്ന ചേട്ടൻ തന്നെ. എന്ത് ചെയ്യാനാണ്, നമ്മളെ കൊണ്ടൊന്നും പറ്റാറില്ല. എങ്ങനെ മുന്നോട്ട് പോകുമെന്നൊന്നും അറിയാൻ വയ്യ. പോകണോ വേണ്ടേന്നുള്ള ആലോചനയിലും ഉണ്ട്. വീഡിയോ കാണുന്ന കൂട്ടുകാർ കുറച്ചൊക്കെ അല്ലല്ലോ, ഒന്ന് കണ്ട് സഹായിക്കുക, എന്നാലല്ലേ എനിക്ക് മുന്നോട്ട് വരാൻ പറ്റത്തുള്ളൂ. ഞാനിങ്ങനെ രോഗം പിടിച്ച് കിടക്കുന്ന എന്താ പറയുന്ന ഒരു പാവം പിടിച്ച ഒരാളല്ലേ. പാവമെന്ന് ഞാൻ പറഞ്ഞാൽ പോരാ, മറ്റുള്ളവർ പറയണം അല്ലേ. അപ്പോൾ കറിയൊക്കെ വെന്ത് കടുവറുത്ത് പിന്നെ മീൻ പൊരിക്കാൻ വെച്ചു. അപ്പോൾ അടുക്കളയൊക്കെ ജോലി തീർന്നിട്ട് മകൾ സഹായിക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ. വേണ്ട തേച്ച് ഇനി അത് വടി പോലാക്കും. പക്ഷേ ഞാൻ പറഞ്ഞു ഇവൾ പണ്ട് തേക്കത്തില്ലായിരുന്നു. ഞാൻ തേക്കാൻ തുടങ്ങി അന്ന് തൊട്ട് പിന്നെ മകളും തേക്കാൻ തുടങ്ങി. അങ്ങനെ അവളെ കഴിപ്പൊക്കെ കഴിഞ്ഞ് ചേട്ടൻ പിന്നെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ സഹായിക്കാനൊന്നും നിന്നില്ല. ഞാൻ ഇങ്ങനെ ഓടി നടന്ന് വീഡിയോ എടുത്ത് വയ്യാണ്ടായി. പിന്നെ മോള് വന്ന് വീഡിയോ ഒക്കെ എടുത്ത്. അപ്പോൾ ഞങ്ങൾ വീടിൻ്റെ പുറം കാണണ്ടേ, ഇത് ഫ്രണ്ട് വഴിയാണ്. വീട് വിൽക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പം വെളിഭാഗം ഒന്ന് ജസ്റ്റ് കാണിക്കാം. മഴ പെയ്യുന്നുണ്ട് നന്നായിട്ട്. ഇത് താണ്ട നമ്മൾ ഫ്രണ്ട് കാണുന്ന ഇടം ഇങ്ങനെയാണ് കേട്ടോ. ഫ്രണ്ടിൽ സ്റ്റെയറുണ്ട്. പിന്നെ കുറച്ച് ബാക്കും കൂടെ കാണിച്ചു തരാം. പിന്നെ മറ്റേ ബാക്കൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ ഞാൻ എടുത്ത് കാണിച്ചു തരാം. വീടും നല്ല രീതിയിൽ എടുത്തിടുന്നതായിരിക്കും. കാരണം വീട് ആവശ്യമുള്ളവർ ഞാൻ പറഞ്ഞില്ലേ, നമ്പർ ഞാൻ തന്നിട്ടുണ്ട്, ബന്ധപ്പെടണം. ഞങ്ങൾ വിൽക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ്. എന്നാലേ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. അല്ലാതെ ഒരു കാര്യങ്ങളും നടക്കുന്നില്ല. കാരണം എൻ്റെ ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ട് തുടരുന്നു. അപ്പം ചികിത്സാ ചെലവും മക്കളുടെ കാര്യവും ഒന്നും നടക്കത്തില്ല. അപ്പോൾ ഇനി വിറ്റിട്ട് വേണം ഇനി എല്ലാം. അതുകൊണ്ട് ഇത് സൈഡ് ഭാഗമാണ്. പുറകുവശം കുറച്ചേ ഉള്ളൂ, അത് ഞാൻ പിന്നെ കാണിക്കാം. അപ്പം എൻ്റെ വിശേഷങ്ങളൊക്കെ ഇതൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ നാളെ ഇത് കണക്ക് കുഞ്ഞു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവരും കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കേ, ബൈ.